യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. നമ്മുടെ കമന്റ് ബോക്സിൽ യൂട്യൂബ് കൊടുത്തിരിക്കുന്ന പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ജസ്റ്റ് കമന്റ് ബോക്സ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി ഇങ്ങനെ. അപ്പൊ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കണ്ണീരിന് വിരാമം ഇട്ടുകൊണ്ട് ഒരു സന്തോഷ വാർത്ത ഇതാ നിങ്ങളെ തേടിയെത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറെ നാളുകളായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജി ഇതുവരെയും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ട് കാണുക. അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഈ പേഴ്സണ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി, ഈ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ പിന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പിനോടുള്ള മനോഭാവം കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യത്തിനായിക്കോട്ടെ ചെലവഴിക്കുന്നത്, ചിലപ്പോൾ പഠിക്കായിരിക്കാം, ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളാണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ അതിപ്പോ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്തു പോയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നന്മകൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഈ പേഴ്സണ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലൂടെ നിങ്ങൾ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ വഴിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്, ഈ പേഴ്സണ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ എങ്ങനെയായിരുന്നു, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം എത്രമാത്രം ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുരുഷനാണ് അല്ലെ, ഒരാളാണ്. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ ഏതാണോ ജെൻഡർ ആ രീതിയിൽ നിങ്ങൾക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇവ ഡയമണ്ടിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൈകളിൽ ഇരിക്കുന്ന ഡയമണ്ട് ആണ്. അപ്പൊ ഡയമണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഒരു ഡയമണ്ട് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നല്ല, വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും വിലപ്പെട്ടതായിരുന്നു, വിലപ്പെട്ട ഖനിയായിരുന്നു എന്നുള്ളൊരു എനർജിയിലേക്കാണ്, ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവെ പറയുമ്പോൾ ഇത് ചിലപ്പോൾ അത്ര നല്ല കാര്യമായിട്ട് തോന്നിക്കില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്. ഈ ഒരു കാർഡിനെ സൂചിപ്പിക്കുന്നത് മാൻ ഹോൾഡിംഗ് എ കോയിൻ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി. പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരായിട്ടുള്ള ഡീലിങ്സ്, ഇപ്പൊ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരായിട്ട് സമയം ചെലവഴിക്കുവാനും, സ്വന്തം വീട്ടുകാരായിട്ട് പോലും ഈ പേഴ്സൺ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിലാണ് ഈ പേഴ്സൺ പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഈ പേഴ്സൺ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് വ്യക്തികളായിട്ട് കണക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ നല്ല രീതിയിലുള്ള പ്രത്യേക കഴിവാണ്. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുകയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയോ ഈ പേഴ്സൺ ഒരിക്കലും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 10 പൈസ ചെലവാക്കേ ഈ പേഴ്സൺ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഭയങ്കര പിശുക്കുള്ള വ്യക്തിയായിരിക്കാം. ഭയങ്കര പിശുക്കൊക്കെ കാണിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം. അപ്പൊ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു മോചനമാണ് ഈ പേഴ്സൺ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനർജികൾക്ക് വ്യത്യാസം വരും. ഇന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് ത്യാഗവും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പൊ മാറി പ്രണയത്തിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ കൂടെ വേണം, നിങ്ങളായിട്ട് സമയം ചെലവഴിക്കണം. ഈ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാകാം, യാഥാർത്ഥ്യത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ എവിടേക്കോ എങ്ങനെയൊക്കെയോ മാറിപ്പോകുന്നുണ്ട്. മാറിപ്പോവുക എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ഒരു ഒരു നാണക്കേടിലേക്ക്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ലാത്ത ഇതിലേക്ക്, കാരണം എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നേടിയെടുത്തു, പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഇല്ല. അപ്പൊ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അത്യാർത്തി, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെയധികം അഡിക്ഷൻ ഉണ്ടായിരുന്നു, അടിമപ്പെടൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനോട് ഒരു ആക്രാന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് സാമ്പത്തികപരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു എനർജി ഇപ്പോൾ വളരെയധികം ഇടിഞ്ഞു വീണിരിക്കുകയാണ്, തകർന്ന് വീണിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഡോർ ടു സ്പിരിറ്റ് ആണ്. അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഏത് രീതിയിലാണ്, ജസ്റ്റ് ഒരു അമ്പലത്തിൽ പോവുകയാണ്, പള്ളിയിൽ പോവുകയാണെങ്കിൽ പോലും അതൊരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം തന്നെയാണ്. ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇതിനെക്കുറിച്ച് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കി സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്ത് ജീവിക്കാം എന്നുള്ളൊരു മനോഭാവമായിരിക്കാം ഈ പേഴ്സൺ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കും ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ സ്പിരിച്വൽ പരമായിട്ടുള്ള ആ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ആത്മാർത്ഥ സ്നേഹത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അനുഭവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതൊരു പക്ഷെ ഒരു ചതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വഞ്ചനയായിരിക്കാം. ചിലപ്പോൾ അത്രയും സ്നേഹിച്ച അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി വളരെയധികം ഒരു ആത്മീയപരമായിട്ടുള്ള പാതയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആത്മീയപരമായിട്ട് എപ്പോഴും ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ചേരുമ്പോഴാണ് ഭക്തി മാർഗത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പോകുന്നത്. അല്ലാത്ത മനുഷ്യരെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. ജീവിതത്തിലുള്ളത് അത് നേടിയെടുക്കണം, ഇത് നേടിയെടുക്കണം, ആ ഒരു ചിന്ത മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാവുകയുമില്ല, ആത്മീയപരമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള പാതയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് അതിമോഹങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കാം, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഈ വ്യക്തിക്കുണ്ട്. ഒരുപക്ഷെ പണ്ട് മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കാം. അനാവശ്യമായിട്ട് ചിലപ്പോൾ സോഷ്യൽ വർക്കർ ആയിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും വേറെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അനാവശ്യമായിട്ടുള്ള ചുമതലകളൊക്കെ നേടിയെടുത്ത് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു എനർജിയാണ്. സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാനോ സൂക്ഷിക്കാനോ ഒന്നും തന്നെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് എനർജിയിലാണ്. അപ്പൊ ഓൾ ടൈഡ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാം, കയ്യും കാലും എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ ഒരു ചലിക്കാൻ പോലും പറ്റാതെ കൈയും കാലും ഒക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ബന്ധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ
ഇവിടെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങള്, മറ്റുള്ളവരുടെ സ്വപ്നങ്ങള്, മറ്റുള്ളവരുടെ നേട്ടങ്ങള്, ഇതിലേക്കായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് പൈസ കളയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ഒരു പണിക്കാരിയായി മാറുക, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയും നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. കാരണം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ മാറ്റി നിർത്തിയിട്ടുള്ളത്, ഈ പേഴ്സൺ തളച്ചു പോയതാൽ തളക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റക്നെസ് ആയി നിന്നിട്ടുള്ളത്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും ചങ്ങലകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിയോ എനർജി ആയിട്ടുള്ള ഏഞ്ചൽ ആണ്. അതിപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഏത് ഏഞ്ചലിന്റെ പേരാണോ, ഏത് ഏഞ്ചലിന്റെ എനർജിയാണ്. ഇപ്പൊ എന്റെ റീഡിങ്സ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, എന്റെ സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ ഏഞ്ചൽസിന്റെ പേര് പറയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ വളരെ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ട് ഞാൻ റീഡിങ്സിൽ പറയാറുണ്ട്. ഓരോ ഏഞ്ചൽസിന്റെ പേരും പറയാറുണ്ട്, അവരുടെ ഡ്യൂട്ടിയും പറയാറുണ്ട്. കാരണം അവർ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മളെ സഹായിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏഞ്ചൽ ഏതാണോ, ഗബ്രിയേൽ ആയിരിക്കാം, റാഫേൽ ആയിരിക്കാം, ആർക്കേഞ്ചൽ മിഖായേൽ ആയിരിക്കാം, അതുപോലെ യൂറിയൽ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. അപ്പൊ ഏത് ഏഞ്ചലാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ജസ്റ്റ് ചിന്തിക്കുമ്പോൾ ഏത് ഏഞ്ചലിന്റെ പേരാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ആ ഒരു ഏഞ്ചല് നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് വളരെ സ്ട്രെങ്തേൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജിയിലേക്ക് പോകാം. എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? Yes, choose to be love. Do what right for everyone involved. Offer a helping hand. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് ഒരു വ്യക്തി വരും, അത് ഉറപ്പാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക, ശാരീരികപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അതിനനുസരിച്ച് ഒരു മരുന്ന് വേണം, അതിന്റെ കൃത്യമായിട്ടുള്ള മരുന്ന് വേണം. പക്ഷെ ആ വ്യക്തി എത്രയൊക്കെ അന്വേഷിച്ചിട്ടും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ കൃത്യമായിട്ടുള്ള മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ മരുന്ന് മേടിക്കാനുള്ള പൈസ ഇല്ല. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സഹായ അവസ്ഥയാണ് അല്ലെ. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അത് കണ്ടു കിട്ടാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത്രയും കാലം അനുഭവിക്കുക എന്നുള്ളത് ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മയാണ്. ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ കൈകളിലേക്ക് ആരോ കൊണ്ടുതരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അന്വേഷിച്ച് നടന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പരക്കം പാഞ്ഞത്, ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ അന്വേഷിച്ച് നടന്ന ആ കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുതരാൻ പോകുന്നു. അത് ചിലപ്പോൾ മൂന്നാമതൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. എന്തൊക്കെയോ സിറ്റുവേഷൻസ് വരുന്നുണ്ട്, അതിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണിൽ നിന്നും അത് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഇത്രയും കാലം അങ്ങോട്ടേക്കാണ് ഓടിപ്പോയിരുന്നത്, പക്ഷെ ഇത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഡിവൈൻ ഹീലിംഗ് ആണ്, ഒരു വളരെ സെൻസിറ്റിവിറ്റി ആണ് നിങ്ങൾ. പക്ഷെ എന്താ പറയുക, എപ്പോഴും സെൻസിറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് പലപ്പോഴും പലവരും ചിലപ്പോൾ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് കൊണ്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നത്, അല്ലെങ്കിൽ വിഷമം കൊണ്ടുള്ള കണ്ണുനീര് കൊണ്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ സെൻസിറ്റിവിറ്റി ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഒന്ന് പുതുക്കിയെടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സോളിന് ഹീലിംഗ് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കെയർ ആൻഡ് കമ്പാഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു താമര കിട്ടുകയാണെങ്കിൽ താമര വെച്ചിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. താമര അതിപ്പോ ഒറിജിനൽ താമര കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് താമര ആയാലും മതി. ഇപ്പൊ നമുക്ക് ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ അതല്ലേ വഴിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചിട്ട്, ആ ലോട്ടസ് കയ്യിൽ പിടിച്ചിട്ട്
എന്താ പറയാ പ്രാർത്ഥിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏഞ്ചലിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇഷ്ട ദൈവത്തിനോടോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരോടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് ചെയ്യുന്നത് നല്ലതാണ്. താമര എന്ന് പറയുന്നത് പ്രണയത്തെയും സന്തോഷത്തെയും അതുപോലെ തന്നെ സൗന്ദര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കെയർ ആൻഡ് കമ്പാഷൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് കരയുന്ന ഒരു എനർജിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കാനായിട്ട് നോക്കണം. ആൻഡ് ഓൾസോ ഇതിന്റെ ഓവറോൾ എനർജി പറയുന്നത് ട്രീ ആണ്, ലെറ്റ് ദം ഗോ ആണ്. ഇതിൽ പല ചങ്ങലകളും നിങ്ങൾക്ക് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരേണ്ടി വരും, അത് ഉറപ്പാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അവരെ എല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരേണ്ടി വരും. അപ്പോൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് വിജയിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ട്രീ ഇവിടെ കത്തി അമരുന്നുണ്ട് അല്ലെ, പക്ഷെ ആ ഒരു വൃക്ഷം ചിലപ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടായിരിക്കാം നിൽക്കുന്നത് അല്ലേ. ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കാത്തത് തന്നെയാണ് നല്ലത് അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ഒരു ട്രീ ചിലപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ അത് ദോഷം കൊണ്ടുവരുന്ന ഒരു മരമായിരിക്കാം. അപ്പൊ അതാണ് ഇവിടെ കത്തി നശിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കത്തി നശിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെയോ ഈ പേഴ്സന്റെയോ ലൈഫിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിവിടെ മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് വളരെ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജഡ്ജ് എന്നാണ് ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു എനർജി കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 3 പേര് കൂടി ചേർന്നിട്ട് ഈ നാലാമതുള്ള വ്യക്തിയെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യുക എന്ന് പറയുന്നത് അത് മെഴുകുതിരിയെ കത്തിച്ച് വെച്ചിട്ട് സംതിങ് നമുക്കറിയാം, ഒരു തലോട്ടി, മറ്റേ അസ്ഥികൂടത്തിന്റെ തലോട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി അതൊരു ബ്ലാക്ക് മാജിക്കിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതൊരു കൂടോത്രമായിരിക്കാം, ആഭിചാര ക്രിയകളായിരിക്കാം, നെഗറ്റീവ് എനർജീസ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കോമണൈസ് ചെയ്ത് പറയാം, നെഗറ്റീവ് എനർജീസ്. അപ്പോൾ ഈ പേഴ്സണെ തന്ത്രപൂർവ്വം നിങ്ങളിൽ നിന്ന് മാറ്റിമറിക്കാനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ടാകാം, അതിൽ പലതും വിജയിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ടാകാം, വാദിപ്രതിയായിട്ടുണ്ടാകാം. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സിറ്റുവേഷൻസ് മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊന്നും അത്ര കാലവും നിലനിൽക്കില്ല. ഇത് തീർച്ചയായിട്ടും എന്താ പറയുക, നശിഞ്ഞു തന്നെ ഇല്ലാതെയാകും എന്നുള്ളൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇത്തരം നെഗറ്റീവ് എനർജിക്കൊക്കെ ബലിയാടായതുകൊണ്ട് തന്നെ അതിന് ഒരിതായി പോയത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ പോലും തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളാണ് തെറ്റുകാര് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇനി മുതൽ തൊട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. കൂടെയുള്ളവരെ കുറിച്ചും റിലേറ്റീവ്സിനെ കുറിച്ചും ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്നവർ ആരാണോ അവരെ കുറിച്ചും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വിശകലനം, ചിന്തകള് എല്ലാം ഒരു അന്വേഷണമാണ് ഈ വ്യക്തി നടത്താനായിട്ട് പോകുന്നത്. ഒരു ജഡ്ജ്മെന്റിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വ്യക്തികളെ കുറിച്ചും കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്, ഒരു വിധി നിർണ്ണയിക്കുന്നത് അല്ലേ. അല്ലാതെ ഒരു വിഭാഗം ആൾക്കാരുടെ കാര്യം മാത്രം കേട്ടുകൊണ്ടായിരിക്കില്ല ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആണ് ഇവിടുത്തെ ജഡ്ജി ആയിട്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ. അപ്പൊ മറ്റു പലവരെയും ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ മറ്റു പലവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നവർ ആരാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരാൻ പോകുന്നത്. അല്ലാതെ മറ്റുള്ളവർ കീ കൊടുത്ത് ചലിക്കാൻ പറയുമ്പോൾ ചലിക്കുന്ന ഒരു പാവയല്ല ഈ പേഴ്സൺ എന്നുള്ള ലെവലിലേക്കാണ് ഈ പേഴ്സൺ തെളിയിക്കാൻ പോകുന്നത്. യെസ്, ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കംഫർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും പറ്റും. ഈ പേഴ്സൺ നെഗറ്റീവിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ഷമ വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ഈ പേഴ്സൺ പറയുന്നു. നിങ്ങൾ മാത്രമാണ് ഈ പേഴ്സന്റെ നല്ല കാര്യവും ചീത്ത കാര്യവും മുഖത്ത് നോക്കി പറയുന്നത്. നിങ്ങളുടെ മൂക്ക് വളരെയധികം മനോഹരമാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഈ പേഴ്സന്റെ പേടി ഒക്കെ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു ശക്തി നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ ഈ പേഴ്സന്റെ മോശപ്പെട്ട സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. നമ്മുടെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഹൈപ്പിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പോയിന്റ്സ് കിട്ടും. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.